അപ്പോൾ ഈ ഒരു ഗേറ്റ് വഴിയും ഈ ഒരു വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇതിന് അപ്പുറത്തെ സൈഡിലായിട്ടും ഒരു ഗേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മുൻഭാഗം പക്ക ഒരു ബോക്സി ഡിസൈൻ, അതിനുള്ളിലായിട്ട് ബാൽക്കണിയെ പ്ലേസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് രണ്ട് ഭാഗത്ത് ഈ രണ്ട് റോഡുകൾ വന്നു ചേർന്ന് നിൽക്കുന്ന ഈ ഒരു ഭാഗത്ത് നിന്ന് കാണുമ്പോഴാണ് ഈ ഒരു വീടിന്റെ വലിപ്പം മനസ്സിലാക്കുന്നത്. ഈ വീട് നോർത്ത് ഡയറക്ഷനിലേക്കാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നത് കേട്ടോ. കാരണം ഇത് കൂടാതെ ഒരു ലിവിംഗ് സ്പേസ് കൂടെ ഉണ്ട്, നമുക്ക് താഴത്ത് കിട്ടുന്നുണ്ട്, മുകളിലും വേറൊരു ലിവിംഗ് സ്പേസ് കിട്ടുന്നുണ്ട്. ആ ഒരു ഹാൻഡ് റെയിലിന് സമാനമായിട്ട് ആ ഒരു വശങ്ങളിലൂടെ പോകുന്ന പ്രൊഫൈൽ ലൈറ്റുകളൊക്കെ കാണാൻ എന്ത് ഭംഗിയാണത്. കുറെ ആളുകൾ സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവർ വിദേശത്താണ്, വിദേശത്ത് നിന്നുകൊണ്ട് തന്നെ നാട്ടിൽ പ്രോപ്പർട്ടി വാങ്ങിക്കണം. വെറുതെ അങ്ങ് പ്രോപ്പർട്ടി വാങ്ങിച്ചാൽ പോരാ, നാട്ടിൽ ലോൺ എടുക്കണം, അതേപോലെ തന്നെ പ്രോപ്പർട്ടി വാങ്ങിക്കണം. ഈ രണ്ടാവശ്യമായിട്ട് പലരും സമീപിച്ചിട്ടുണ്ട് നമ്മളെ. ഒരുപാട് പേര് പല പല സംശയങ്ങൾ, ഇത്തരത്തിലുള്ള പല സംശയങ്ങളുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സംശയങ്ങൾ വന്നപ്പോൾ പലർക്കും തോന്നി ഇത് നടക്കത്തില്ല എന്നൊക്കെ പലവട്ടം പലരോടും പറഞ്ഞു കേട്ടായിട്ട് നമ്മൾ കണ്ടു, പല കമൻറ്റുകൾ അങ്ങനെ കണ്ടു. പക്ഷേ അങ്ങനെയൊന്നും അല്ല, ഇതൊക്കെ സാധ്യമാണ്. നിങ്ങൾ വിദേശത്ത് തന്നെ ഇരുന്നോളും, തീർച്ചയായിട്ടും നിങ്ങളുടെ പവർ ഓഫ് അറ്റോണി വെച്ചുകൊണ്ട് നാട്ടിലെ പ്രോപ്പർട്ടി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും, നാട്ടിൽ നിങ്ങൾക്ക് ലോൺ എടുത്ത് തരാനും പറ്റും. ഇതൊക്കെ നമുക്ക് പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ സംശയപ്പെടുന്ന വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പർ എടുക്കാൻ നിങ്ങൾ വിളിക്കുക, നേരെ വിളിച്ചോ, നിങ്ങൾക്കുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു വീടാണ് കേട്ടോ, ഒരു പുതിയ വീട്, ഒരു ലക്ഷറി വീട്, എല്ലാവിധ സൗകര്യങ്ങളും അടുത്ത് കിട്ടുന്ന തരത്തിൽ. അതായത് ടൗണിൻ്റെ ഹൃദയം ഹൃദയം എന്നുള്ള വാക്കൊക്കെ ഇതായി അല്ലേ, ആ വാക്ക് വേണ്ട, നമുക്ക് വേണമെങ്കിൽ ടൗണിൻ്റെ ഒത്ത നടക്കുക എന്ന് തന്നെ പറയാം. അത്തരത്തിലുള്ള ഒരു സ്ഥലത്തായിട്ടൊരു വീടാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമ്മുടെ ഈ വീടുള്ളത് തൃക്കാക്കര അടുത്താണ് കേട്ടോ. തൃക്കാക്കര എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ എടപ്പള്ളി ഇവിടെ നിന്ന് അടുത്താണ്, ഇവിടെ നിന്ന് പാലാരിവട്ടം അടുത്താണ്, അതേപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ കാക്കനാട് വളരെ അടുത്തായിട്ടാണ്. അപ്പോൾ ഇവിടെയായിട്ടാണ് ഈ ഒരു വീടുള്ളത്. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഒരു വലിയ വീടുള്ളത് 6.25 സെന്റിനകത്തായിട്ട് 3400 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വലിയ വീടാണ് കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ രണ്ട് സൈഡിലും റോഡുണ്ട് എന്നുള്ളതാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി ഇവിടെ നിന്നുള്ള ദൂരങ്ങൾ നമുക്ക് നോക്കുകയാണെങ്കിൽ എടപ്പള്ളിയിലേക്ക് ഒരു 2.5 കിലോമീറ്ററോളം ഇവിടെ നിന്ന് എടപ്പള്ളിയിലേക്ക് ദൂരമുണ്ട്. ഇനി ഇവിടെ നിന്ന് പാലാരിവട്ടത്തേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 3 കിലോമീറ്ററോളം പാലാരിവട്ടത്തേക്കുള്ള ദൂരമുണ്ട്. ഇവിടെ നിന്ന് വെണ്ണലയ്ക്കുള്ള ദൂരം നോക്കുകയാണെങ്കിൽ ഏകദേശം 1.5 കിലോമീറ്റർ താഴെ മാത്രമാണ് ഇവിടെ നിന്ന് വെണ്ണലയ്ക്കുള്ള ദൂരം വരുന്നത്. അതേപോലെ തന്നെ ഇവിടെ നിന്ന് കാക്കനാടേക്കുള്ള ദൂരം നോക്കുകയാണെങ്കിൽ ഏകദേശം 3 കിലോമീറ്ററോളമാണ് ഇവിടെ നിന്ന്, 3 ഇല്ല കേട്ടോ, 2.5 കിലോമീറ്ററേ ഉള്ളൂ. 2.5 കിലോമീറ്ററോളമാണ് ഇവിടെ നിന്ന് കാക്കനാടേക്കുള്ള ദൂരം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ആക്സസിബിലിറ്റി ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടേക്കൊക്കെ നമുക്ക് പെട്ടെന്ന് ട്രാവൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പെട്ടെന്ന് എത്തിച്ചേരാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. കാരണം ഇതിൻ്റെ ലൊക്കേഷൻ തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളിലേക്ക് ഈസി ആയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയായിട്ടാണ് ഈ കാണുന്ന ലക്ഷറി വീട് ഉള്ളത്. അപ്പോൾ ഇതാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇനി ഇവിടുത്തെ വഴികൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് റോഡ് വരുന്നത്, നല്ല വീതിയുള്ള റോഡാണ്. തീർച്ചയായിട്ടും ഇത്തരം ലക്ഷറി വീട് വാങ്ങിക്കുന്ന സമയത്ത് നമ്മുടെ ഏറ്റവും വലിയൊരു കൺസേൺ ആയിരിക്കും ഇവിടെ 2 വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്ന തരത്തിലുള്ള ഒരു റോഡായിരിക്കും. പോക്കറ്റ് റോഡുകളിലേക്കൊന്നും ഒരുപാട് ലക്ഷറി വീടുകൾ പ്ലേസ് ചെയ്യാൻ പാടില്ല. തീർച്ചയായിട്ടും അത് വളരെ അപക്വമായ ഒരു തീരുമാനമായിരിക്കും ഒരു ബിൽഡർ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ. പക്ഷേ ഈ ഒരു ബിൽഡർ പ്രോപ്പറായിട്ട് തന്നെ കൃത്യമായിട്ടും അത്തരത്തിലുള്ള ഒരു പ്ലേസിൽ തന്നെയാണ് വെച്ചത്. കാരണം ഇവിടെ വഴിക്ക് നല്ല വീതിയുണ്ട്, സുഖമായിട്ട് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകും. ആ കാര്യത്തിലൊന്നും നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഇനി നമുക്ക് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ കണ്ടു. ഇനി വീടിൻ്റെ മറ്റ് ഡീറ്റെയിലുകളിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇവിടേക്ക് നോക്കിയാൽ ഇവിടെ 2 ഗേറ്റുകൾ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് നമുക്ക് നടന്ന് കയറാൻ ഭാഗത്തിനായിട്ട് ഒരു ഗേറ്റും, അതിന് നമുക്ക് ഒരു പൂമുഖ മാതിരി ഒരു സെറ്റപ്പ് അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് നല്ല ടെക്സ്ചർ വർക്കും 2-വേ കോൺവെക്സ് ലൈറ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തും. ഗേറ്റിനകത്ത് തന്നെ HPL ഷീറ്റ്സ് ആണ് ഉപയോഗിച്ചത്. അതിനകത്ത് CNC കട്ടിംഗ് ഉള്ള ഡിസൈൻ വർക്കുകൾ കാണാം. ഇനി ഇവിടേക്ക് വന്നാൽ മെയിൻ ഗേറ്റിനെ നമുക്ക് കാണാം. മെയിൻ ഗേറ്റിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടേക്ക് വന്നുകൊണ്ട് 2 തൂക്ക് വിളക്കുകൾ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. നല്ല ഭംഗിയുള്ള LED ലൈറ്റുകളാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. GIയുടെ സ്ക്വയർ ട്യൂബ് വെച്ചിട്ടാണ് ഗേറ്റിനെ നിർമ്മിച്ചിരിക്കുന്നത്. HPL ഷീറ്റ് വെച്ച് തന്നെ കൊടുത്തിരിക്കുന്നു. ഈ ഗേറ്റ് സ്ലൈഡിംഗ് ഗേറ്റ് തന്നെയാണ്. 6.25 സെന്റ് സ്ഥലമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടായില്ല, ടൗണിനകത്ത് വരുമ്പോഴത്തേക്ക് 1 ഇഞ്ച് സ്ഥലത്തിന് പോലും തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള വാല്യൂ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു സ്ലൈഡിംഗ് ഗേറ്റാണ് ഇവർ കൊടുത്തേക്കുന്നത്, മാക്സിമം സ്പേസിനെ സേവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു ഗേറ്റ് വഴിയും ഈ ഒരു വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇതിന് അപ്പുറത്തെ സൈഡിലായിട്ടും ഒരു ഗേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ ലുക്കിലേക്ക് പോവാം. അപ്പോൾ വീടിൻ്റെ ലുക്കിലേക്ക് പക്ക ഒരു ബോക്സി ഡിസൈൻ ആണ്. ആ ഒരു കളർ പാറ്റേൺ നോക്കി, ആ ഒരു ക്ലാഡിംഗ് സ്റ്റോൺ, നാച്ചുറൽ ക്ലാഡിങ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ.
ആ ഒരു ബീച്ച് കളർ വരുന്നത്. ഏറ്റവും മുകളിലെ ആ പാരപ്പറ്റിന്റെ മുകൾ വശത്തായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ടെക്സ്ചർ വർക്കാണ്. ആ ഒരു ഓറഞ്ചും ആ ഒരു കളർ തീം വരുന്ന തരത്തിലുള്ള ടെക്സ്ചർ വർക്കുകൾ കൊടുത്തിരിക്കുന്നു. സ്പോട്ട് ലൈറ്റുകളെ കൊടുത്തിരിക്കുന്നു. 4-way LED ലൈറ്റുകളെ കൊടുത്തിരിക്കുന്നു. ഈ ഒരു മുൻഭാഗം പക്ക ഒരു ബോക്സി ഡിസൈൻ, അതിനുള്ളിലായിട്ട് ബാൽക്കണിയെ പ്ലേസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി മറുഭാഗത്തേക്ക് വരുമ്പോഴാണ് വീടിന്റെ ആ ഒരു വലിപ്പം. അതായത് ഈ ഒരു ഫ്രണ്ട് ഭാഗം നമുക്ക് കാണുന്ന സമയത്ത് അത്രയ്ക്കും ഒരു വലിയ ഭീമാകാരമായ ഒരു ലുക്ക് നമുക്ക് കിട്ടുന്നില്ല. പക്ഷെ ഈ ഒരു വശത്തേക്ക് ആ ഒരു കോർണറിലേക്ക് മാറി നമ്മൾ ഈ ഒരു വീടിനെ കാണുമ്പോഴാണ് എത്രത്തോളം വലിപ്പമാണ് ഈ ഒരു വീടിനുള്ളത് എന്നുള്ള കാര്യം മനസ്സിലായി. ഈ ഒരു വശത്ത് നിന്ന് നമ്മൾ നോക്കുമ്പോൾ അത് രണ്ട് ഭാഗത്ത് ഈ രണ്ട് റോഡുകൾ വന്നു ചേർന്ന് നിൽക്കുന്ന ഈ ഒരു ഭാഗത്ത് നിന്ന് കാണുമ്പോഴാണ് ഈ ഒരു വീടിന്റെ വലിപ്പം മനസ്സിലാക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് നല്ലൊരു ഗ്രേ കളറിലുള്ള ടെക്സ്ചർ വർക്കാണ് ഈ ഒരു ഭാഗത്ത് കിട്ടുന്നത്. അതേപോലെ തന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പർഗോള ഡിസൈൻ വർക്കുകൾ കാണാം. മുകളിലായിട്ട് ആ ഒരു ടെക്സ്ചർ വർക്കുകളും ഈ ഭാഗത്ത് കാണാം. ഇവിടെയും നല്ല മനോഹരമായ വലിയൊരു ഗേറ്റ് സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലക്ഷറി വീട് വാങ്ങിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള പാർക്കിംഗ് സ്പേസ് നമുക്ക് അനിവാര്യമാണ്. അപ്പോൾ വീടിന്റെ മുൻഭാഗത്തൂടെ നമുക്ക് വാഹനങ്ങൾ ഈ ഒരു വീടിന്റെ കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കാം. ഈ ഒരു വഴിയും അല്ലെ ഈ ഒരു ഭാഗത്തൂടെയും വാഹനങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാം. അപ്പോൾ ഇവിടെയായിട്ട് വേണമെങ്കിൽ 1-2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വാഹനം പാർക്ക് ചെയ്യാം, ഇവിടെ ഒരു വാഹനം പാർക്ക് ചെയ്യാം. ചുരുക്കം പറഞ്ഞാൽ 2 വാഹനങ്ങൾ സുഖമായിട്ടും ഈ ഒരു 2-3 വാഹനങ്ങൾ, ചെറുവാഹനമാണെങ്കിൽ 3ഓളം വാഹനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് പാർക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ ഇവിടെയായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. ഈ ഒരു കോർണറിലായിട്ടാണ് കിണറിന്റെ സ്ഥാനം. അപ്പോൾ ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാതെ വെള്ളം കിട്ടുന്ന സ്ഥലം തന്നെയാണ്. ഇനി അതല്ല KW വാട്ടർ കണക്ഷൻ വേണമെങ്കിൽ തൊട്ട് ഫ്രണ്ടിലെ റോഡിലൂടെ തന്നെ നമുക്ക് വാട്ടർ കണക്ഷൻ പോയിട്ട് നമുക്ക് ഉള്ളിലേക്ക് എടുക്കാവുന്നതാണ്. പിന്നെ ഈ ഒരു മതിലിന്റെ ഉൾഭാഗത്തായിട്ട് ഇവിടെയും എന്താ പറയുക 4-way കോൺവെക്സ് ലൈറ്റുകൾ ഈ ഒരു ഭാഗത്തായിട്ടും ഇവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ടാണ് ഇവിടെ മീറ്റർ ബോക്സിന്റെ സ്ഥാനം വരുന്നത്. ഈ ഒരു ഭാഗം ഇപ്പം ടെമ്പററി മീറ്റർ ആണ് തോന്നുന്നു സെറ്റപ്പ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെയായിട്ടാണ് ആ ഒരു മീറ്റർ ബോക്സിന്റെ സ്ഥാനം വരുന്നത്. ഇനി ഇവിടേക്ക് വരാം, നമ്മുടെ യഥാർത്ഥ വീടിന്റെ മുൻഭാഗത്തേക്ക് തന്നെ നമുക്ക് വരാം. അപ്പോൾ ഇവിടെയായിട്ട് നമ്മുടെ കവേർഡ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ് ആണ് ഈ ഒരു ഭാഗത്തായിട്ട് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് വലിയ വാഹനം തന്നെ പ്ലേസ് ചെയ്യാൻ പറ്റും. വലിയ ഒരു വാഹനം സുഖമായിട്ട് ഇവിടെ പാർക്ക് ചെയ്യും. വലിയൊരു എക്സിക്യൂട്ടീവ് സെഡാനോ അല്ലെങ്കിൽ വലിയൊരു SUV വാഹനമോ സുഖമായിട്ടും ഈ ഒരു കാർ പോർച്ചിനുള്ളിൽ കവേർഡായിട്ട് നമുക്ക് പാർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഈ ഒരു കിണറിനോട് ചേർന്നുകൊണ്ട് ഇവിടെ നമുക്ക് നല്ലൊരു വലിയ വാഹനം തന്നെ ഈ ഒരു ഭാഗത്ത് പാർക്ക് ചെയ്യാം. ഈ ഒരു കിണറിനോട് ചേർന്നുകൊണ്ടുള്ള സ്പേസിലും നമുക്ക് അവിടെ നല്ല ഗാർഡൻ ഏരിയ ഒരുക്കിയെടുക്കാൻ പറ്റും. അതിനുള്ള സൗകര്യം ആ ഭാഗത്തായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ വീടും ചുറ്റുമതലുമായിട്ട് ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ ഏകദേശം ഇത്രത്തോളം സ്പേസ് ആണ് ഇവിടെയായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കടപ്പക്കല്ലുകളാണ് കേട്ടോ ഈ ഒരു ഭാഗം മുഴുവനായിട്ട് ഉപയോഗിച്ച് ഇടഭാഗങ്ങളായിട്ടെല്ലാം പ്ലാസ്റ്റിക്കിന്റെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇവിടെയായിട്ട് കൊടുത്തിരിക്കുന്നു. അത് ഈ ഒരു കടപ്പക്കല്ലുകളുടെ ഇടഭാഗങ്ങളായിട്ടെല്ലാം നമുക്ക് കാണാൻ പറ്റും. ഫുള്ളി അത്തരത്തിലുള്ള ഗ്രാസ് ആണ് ഈ ഒരു ഭാഗങ്ങളായിട്ടെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ തൂണുകളിലും ഈ ഭിത്തികളിലും എല്ലാം നമ്മൾ കാണുന്ന ഒരു നാച്ചുറൽ ക്ലാഡിങ് സ്റ്റോൺ അല്ലെ, നല്ല ഭംഗിയുള്ള നാച്ചുറൽ ക്ലാഡിങ്സ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ മാറ്റ് കൂട്ടുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന 4-way LED ലൈറ്റുകൾ നോക്കിയേ, നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ. ആ ലൈറ്റിന്റെ ആ ഒരു പ്രൊജക്ഷനും കാര്യങ്ങളൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇലക്ട്രിക് വാഹനങ്ങളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുവേണ്ടി പവർ സോക്കറ്റ് ഈ ഒരു ഭാഗത്തായിരിക്കും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സിറ്റ് ഔട്ടിലേക്ക് കയറിയാലോ. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ സിറ്റ് ഔട്ടിന്റെ സ്ഥാനം. ഈ വീട് നോർത്ത് ഡയറക്ഷനിലേക്കാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു സിറ്റ് ഔട്ടിനെ അല്ല ഇവർ കൊടുത്തേക്കുന്നത്. ഒരു ചെറിയ സിറ്റ് ഔട്ടാണ്. വലിയ കസേര ഇടാൻ പാകത്തിനോ അല്ലെങ്കിൽ കസേര ഇട്ട് ഇരിക്കാൻ പാകത്തിനുള്ള അത്തരത്തിലുള്ള വലിപ്പമൊന്നും സിറ്റ് ഔട്ടിനില്ല. നോർമൽ സിറ്റ് ഔട്ടിനെയാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ ഉള്ളിലേക്ക് കയറുമ്പോഴാണ് അതിന്റെ ആ ഒരു ഭംഗി എന്താണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി നമുക്ക് വലിപ്പം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി നമുക്ക് തടികളുടെ കാര്യം നോക്കാം. ഇവിടെ തേക്കുണ്ട്, ആഞ്ഞിലിയുണ്ട്, മഹാഗണിയുണ്ട്. ഈ 3 മരങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇരുവശങ്ങളിലേക്കും തുറക്കാവുന്ന തരത്തിലുള്ള ഒരു ഡോറിനെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന് നല്ല വലിയ 2 ഡോർ ഹാൻഡിൽസ് സ്ഥാനം പിടിച്ചിട്ടുണ്ട്. മുകളിൽ നല്ലൊരു ഫാൻസി ലൈറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിനുള്ളിൽ സീലിംഗ് വർക്കോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും സിറ്റ് ഔട്ടിനുള്ളിൽ പ്ലേസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് നേരെ ഉള്ളിലേക്ക് കയറിയാലോ. കയറാം, വാ. അപ്പോൾ നേരെ കയറി വരുമ്പോൾ തന്നെ ആദ്യത്തെ നോട്ടം നമുക്ക് താഴെ ഫ്ലോറിലേക്കാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയറി വരുന്ന ആ ഒരു ഭാഗം ഒരു വുഡൻ ഫ്ലോറിങ് തോന്നുന്ന തരത്തിലുള്ള ടൈലുകളാണ് നമ്മളെ സ്വാഗതം ചെയ്യുന്നത്. അത് നേരെ കയറി നേരെ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ തിരികെയാണ്. ഇവിടെയാണ് ഗസ്റ്റ് ലിവിങ് ഏരിയ പ്ലേസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഫോമൽ ലിവിങ് ഏരിയ പ്ലേസ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ലിവിങ് ഏരിയ കൂടുതൽ പ്രൈവസി തരുന്ന തരത്തിലുള്ള ഒരു ലിവിങ് സ്പേസ് ആണ് കേട്ടോ. കാരണം ഇത് കൂടാതെ ഒരു ലിവിങ് സ്പേസ് കൂടെ ഉണ്ട്. നമുക്ക് താഴത്ത് കിട്ടുന്നുണ്ട്, മുകളിലും വേറൊരു ലിവിങ് സ്പേസ് കിട്ടുന്നുണ്ട്. താഴത്തെ ഫോമൽ ലിവിങ് ഏരിയ ചിലപ്പോൾ നമുക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമായിരിക്കും. കാരണം ഈ ലിവിങ് ഏരിയയിലേക്ക് ആരെങ്കിലും ഗസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് അവരുടെ നോട്ടം പോകുന്നത് ചിലപ്പോൾ ചില ആളുകൾക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഫോമൽ ലിവിങ് ഏരിയക്ക് തീർച്ചയായിട്ടും വേണ്ട കാര്യം എന്താണ്,
ആ ഒരു സ്വകാര്യത വേണ്ടതാണ്. കാരണം ഇവിടെ നിന്നുകൊണ്ട് ഒറ്റ നോട്ടത്തിൽ തന്നെ വീടിന്റെ ഉള്ളിലേക്ക് ഉൾത്തളങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നൊന്നും ഗസ്റ്റുകൾ അറിയേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും ഇത്തരം പ്രൈവസികളൊക്കെ മാനിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീടിനെ ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കി അത്യാവശ്യം നല്ല വലിയ ലിവിങ് ഏരിയ നമുക്ക് കിട്ടുന്നു. ഇവിടെയായിട്ട് TV യൂണിറ്റ് ഏരിയ നമുക്ക് കിട്ടുന്നു. നല്ല ഭംഗിയിൽ തന്നെ മൾട്ടിവുഡ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്തൊക്കെ LED ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു, ഓപ്പൺ സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിരിക്കുന്നു. താഴേക്ക് നോക്കിയാൽ താഴെയും ആവശ്യാനുസരണം ഓപ്പൺ സ്പേസുകൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ വലിയ TV തന്നെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ തന്നെ ആ ഒരു TV യൂണിറ്റ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് 2 പാളികളുടെ ജനാല ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും 2 പാളികളുടെ വലിയ ജനാല, ഒരു ഫ്രഞ്ച് വിൻഡോയെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും 3 പാളികളുടെ ജനാല കൊടുത്തിട്ടുണ്ട്. ഇവിടെ കോർണർ സെറ്റ് നമുക്ക് പ്ലേസ് ചെയ്യാം. സ്വിച്ച് പോയിന്റുകൾ ഈ ഭാഗങ്ങളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ വലിയ ഒരു 4-5 പേർക്ക് ഇരിക്കാൻ പാകത്തിലുള്ള വലിയ കോർണർ സെറ്റ് തന്നെ നമുക്ക് വിടാനുള്ള ഒരു സ്പേസ് ഈ ഒരു ഫോർമൽ ലിവിംഗ് ഏരിയയിൽ നമുക്ക് കിട്ടുകയാണ്. ഇനി അടുത്ത ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇവിടുത്തെ ടൈലുകളാണ് കേട്ടോ. ഒരു ക്യാപ്പച്ചീനോടൊക്കെ ഒരു കളർ അല്ലെ, വേണമെങ്കിൽ ആ ഒരു കളറിനോട് ഉപമിക്കാവുന്ന തരത്തിലുള്ള ടൈലുകളാണ് ഇവിടെ കൂടെ. വലിയ ടൈലുകളെ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തിന്റെ പ്രത്യേകത ഒരു ഡബിൾ ഹൈറ്റ് ആയിട്ട് വരുന്ന സ്പേസ് ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു ഡബിൾ ഹൈറ്റ് ആയിട്ട് വരുന്ന സ്പേസിലേക്ക് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അവിടെ നല്ലൊരു ഹാങ്ങിങ് ലൈറ്റിനെ പ്ലേസ് ചെയ്തിരിക്കുന്നതാണ് അല്ലെ. പരസ്പരം കെട്ടിപ്പിടഞ്ഞു കിടക്കുന്ന തരത്തിലുള്ള ഒരു ഡിസൈനുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് ആണ്. പിന്നെ ഈ സീലിംഗിലേക്ക് നോക്കിയാൽ ഒരു വുഡൻ ടച്ച് കിട്ടുന്ന തരത്തിലുള്ള ആ ഒരു സീലിംഗ് വർക്കുകളിൽ തന്നെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു TV യൂണിറ്റിന്റെ കാര്യം, ഇത് പിന്നിലായിട്ട് വേറൊരു ലിവിംഗ് സ്പേസും കൂടെ ഉണ്ട്. അവിടുത്തെ TV യൂണിറ്റ് ഏരിയ ഇതിന്റെ ബാക്ക് സൈഡിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഇരുന്നും ഇവിടെ ഇരുന്നും TV ആസ്വദിക്കാൻ പാകത്തിനായിട്ട് ഈ ഒരു രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കി മാറ്റാവുന്ന തരത്തിലുള്ള ഒരു TV യൂണിറ്റ് ഏരിയ ആണ് ഇവരിവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. അത് തീർച്ചയായും വളരെ ഹെൽപ്ഫുൾ ആയ കാര്യമാണ്. നമുക്ക് എന്തായാലും അപ്പുറത്തേക്ക് മാറുമ്പോൾ അത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ കയറി വന്ന ഭാഗമില്ലേ, ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ്, ഒരു ഭംഗിയുള്ള ഒരു LED ഹാങ്ങിങ് ലൈറ്റ് ഈ ഒരു ഭാഗത്തായിട്ട് സ്ഥാനം പിടിച്ചിരിക്കുന്നതാണ് പറ്റും. അത്യാവശ്യം രസമുള്ള ഹാങ്ങിങ് ലൈറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഇങ്ങനെ കയറി വരുന്ന ഭാഗത്ത് ഇവിടെ ഡോറിന്റെ പിന്നിലായിട്ട് ഇവിടെയായിട്ടാണ് ഇവിടുത്തെ DBയുടെ സ്ഥാനം. ഈ ഒരു ഭാഗത്തായിട്ടാണ് DBയുടെ സ്ഥാനം വരുന്നത്. 3 ഫേസ് കണക്ഷൻ ആണ്, വി ഗാർഡിന്റെ ആണ് ഈ ഒരു DB വരുന്നത് കേട്ടോ. ഇതാ നോക്കിയേ. ഇനി അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാറുകയാണ്, നമ്മൾ സെക്കൻഡ് ലിവിംഗ് സ്പേസിലേക്ക് മാറുകയാണ്. ഇവിടെ ആയിട്ട് നല്ലൊരു പാർട്ടീഷൻ വർക്കും മുകളിൽ നല്ലൊരു CNC കണ്ട ഡിസൈൻ വർക്കും അവിടെ നമുക്ക് കാണാം. ഇനി ഇവിടെയായിട്ടാണ് നമ്മുടെ സെക്കൻഡ് ലിവിംഗ് സ്പേസ്. ഇത് വേണമെങ്കിൽ സാധാരണഗതിയിൽ ഈ ഫാമിലി ലിവിംഗ് സ്പേസ് ഒക്കെ വീടിന്റെ മുകളിലത്തെ നിലയിലാണ് സാധാരണഗതി വരാറ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പ്രായം ചെന്നവരൊക്കെ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഫാമിലി ലിവിങ്ങിന് വേണ്ടി മുകളിലേക്ക് പോകുന്നത് അസാധ്യമായ കാര്യമാണ്. തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർക്ക് ഈ ഒരു സ്പേസ് യൂസ്ഫുൾ ആണ്. കാരണം ഇവിടെ നല്ലൊരു പ്രൈവസി കിട്ടുന്നുണ്ട്. കാരണം ഗസ്റ്റ് ലിവിങ്ങിൽ ആരെങ്കിലും വരുന്നിരിക്കുന്ന സമയത്ത് തന്നെ, ഇപ്പം നമ്മളുടെ വീട്ടിൽ നിങ്ങളൊരു ബിസിനസ്സുകാരനാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് മീറ്റിന് വേണ്ടി നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ കൊളീഗ്സോ ആരെങ്കിലും നിങ്ങളെ കാണാൻ വരുന്നു, അവിടെ ഇരുന്ന് അവർ വർത്തമാനം പറയുന്നു. ഒപ്പം തന്നെ നിങ്ങളുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്പൗസിനോ ആർക്കെങ്കിലും ഒക്കെ നിങ്ങളുടെ ലിവിങ് ഏരിയയിൽ നിന്ന് TV കാണണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസോ അല്ലെ പേരൻസിനോ TV കാണണം, ആ സമയത്ത് അവരുണ്ട് എന്നുള്ള ഒരു ബുദ്ധിമുട്ടില്ലാതെ തന്നെ താഴത്തെ നിലയിൽ തന്നെ നിങ്ങൾക്ക് ലിവിങ് ഏരിയ ഒരുക്കിയെടുക്കാം. ഇത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഈ ഒരു വീടിന്റെ കേട്ടോ. ഞാനത് അധികം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടില്ല. ലക്ഷറി വലിയ വീടുകളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഈ ഒരു 2 ലിവിംഗ് ഏരിയ ഡൗൺ ഫ്ലോറിൽ തന്നെ കൊടുത്തിരിക്കുന്നത് കാണുന്നത്. അപ്പോൾ ഇവിടെയായിട്ട് അത്യാവശ്യം ജനലകളും മറ്റുമൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. TV യൂണിറ്റ് ഏരിയ, ആദ്യത്തെ നമ്മുടെ TV യൂണിറ്റ് ഏരിയയിൽ എന്താണോ നമ്മൾ കണ്ടത് അതേ ഡിസൈൻ തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു TV വെക്കാവുന്ന ഭാഗം നമുക്ക് തിരിച്ച് ഇപ്പുറത്തേക്ക് മാറ്റാവുന്നതുമാണ്. ഇവിടെയായിട്ടും സ്റ്റോറേജ് സ്പേസുകൾ ഈ ഭാഗങ്ങളിലായിട്ടും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്ലോറിലെ ടൈലുകൾ നോക്കിയേ, ആ നടന്നു വരുന്ന ഭാഗം ആ ഒരു വുഡ് ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട്, ആ ഒരു വുഡ് പാറ്റേണിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നോർമൽ ലിവിംഗ് ഏരിയയിൽ കൊടുത്തിരിക്കുന്ന അതേ ടൈലുകൾ തന്നെയാണ് ഉൾത്തളത്തിൽ ആ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ സീലിംഗിലേക്ക് നോക്കിയാൽ ഇവിടെ ഡബിൾ ഹൈറ്റ് അല്ല കേട്ടോ. ഒരു പഴയ വീടിന്റെ മച്ചിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഡിസൈൻ വർക്കാണ് ജിപ്സത്തിൽ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് സീലിംഗിൽ കൊടുത്തിരിക്കുന്നത്. സ്പോട്ട് LED ലൈറ്റുകളെ വെച്ച് മനോഹരമാക്കിയിരിക്കുന്നു. അതേപോലെ തന്നെ ഇവിടെയായിട്ട് നോക്കി നമ്മൾ നേരത്തെ കയറി വന്നപ്പോൾ കണ്ട അതേപോലെ ഒരു ഹാങ്ങിങ് ലൈറ്റിനെ ഇവിടെയും പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇവിടേക്ക് നമുക്ക് മാറി കഴിഞ്ഞാൽ നമുക്ക് ഡൈനിങ് ഏരിയയിലേക്കാണ് പോകേണ്ടത്. ഇവിടെയും അതേപോലെ ഒരു പാർട്ടീഷൻ സ്പേസ് നമുക്ക് കാണാം. ഈ ഭാഗം താണ്ടി നമ്മൾ എത്തുന്നത് നമ്മളുടെ ഡൈനിങ് ഏരിയയിലേക്കാണ്. നല്ല വിശാലമായ ഡൈനിങ് ഏരിയ ആണ്, നല്ല സ്പേഷ്യസ് ആയ ഡൈനിങ് ഏരിയ ആണ്. ഒരു 6 പേർക്ക് 8 പേർക്ക് ഇരുന്ന് ആഹാരം കഴിക്കാവുന്ന വലിയ ഡൈനിങ് ടേബിൾ തന്നെ നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യും. അതിനുള്ള സ്ഥല സൗകര്യം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു സൈഡിലൂടെ ആയിട്ട് സ്റ്റെയർ കടന്നു പോകുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റെയറിന് കീഴായിട്ട് ഇവിടെ ഒരു പർഗോള നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ ആയിട്ട് ഇൻവെർട്ടറും മറ്റു കാര്യങ്ങളും ഒക്കെ വെക്കാൻ പാകത്തിനുള്ള സ്റ്റോറേജ് സ്പേസ് ഈ ഒരു ഭാഗത്തുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് ഒരു ഡോർ ഉണ്ട്. ഈ ഡോർ തുറന്ന് നമുക്ക് പുറത്തേക്ക് ഇറക്കാം. നേരത്തെ സൈഡിൽ നമുക്ക് 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ,
ആ ഭാഗത്തേക്ക് ഇറങ്ങാവുന്ന ഡോറാണ് ഇവിടെ വരുന്നത്. അതായത് കിഴക്ക് ദിശയിലേക്ക് നമുക്ക് ഇറങ്ങാവുന്ന ഒരു ഡോറും കൂടെ ഇവിടെ വരുന്നുണ്ട്. ഇനി നമ്മളുടെ വാഷ് ഏരിയ ആണ്. വാഷ് ഏരിയ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് ഏരിയയുടെ സ്ഥാനം വരുന്നത്. അപ്പോൾ വളരെ എലഗന്റ് ആയിട്ടുള്ള ഒരു ലുക്ക് തന്നെയാണ് അല്ലെ വാഷ് ഏരിയക്ക് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിനകത്ത് നാച്ചുറൽ ക്ലാഡിക്ക് വെച്ചുള്ള ഡിസൈൻ വർക്കുകൾ കൊടുത്തിരിക്കുന്നു. ഈ ഒരു വൃത്താകൃതിയിലുള്ള ആ ഒരു മിററും അതിനകത്ത് വരുന്ന ഈ ഒരു ഡിസൈൻ വർക്കും ടച്ച് ലൈറ്റോട് കൂടിയിട്ടുള്ള ആ ഒരു സിസ്റ്റമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു വാഷ് ബേസിൻ നോക്കി ആ ഒരു ബ്രാസിന്റെ ഒരു ഫിനിഷിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഹിൻവെയറിന്റെ ഇറ്റാലിയൻ കളക്ഷനിൽ പെടുന്ന ഐറ്റംസ് ആണ് ഇവിടെ ഈ ഒരു ഫിറ്റിംഗ്സ് ആയിട്ട് CP ഫിറ്റിംഗ്സ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു ടോപ്പ് ഗ്രാനൈറ്റ് ആണ്. താഴത്തായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ നമുക്ക് കാണാം. ഏറ്റവും താഴത്തായിട്ട് ഡ്രോപ്പ് ലൈറ്റുകളെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെയായിട്ട് നമുക്ക് കരകൗശല വസ്തുക്കൾ വെക്കാൻ പാകത്തിലുള്ള സ്റ്റോറേജ് സ്പേസ് കാണാം. മുകളിൽ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാൻ പാകത്തിലുള്ള സ്പേസ് അവിടെയും നമ്മൾക്ക് കിട്ടുന്നുണ്ട്. ഇനി ഫ്ലോറിങ്ങിന്റെ ടൈലുകൾ നേരത്തെ നമ്മൾ കണ്ട ലിവിംഗ് സ്പേസിലും മറ്റ് 2 സ്പേസിലും കണ്ട അതേ ടൈലുകൾ തന്നെയാണ്, ആ ഒരു പാറ്റേൺ തന്നെയാണ് ഇവിടെയും അവർ അവലംബിച്ചിരിക്കുന്നത്. ഇനി സീലിംഗിലേക്ക് നോക്കാം. പ്രൊഫൈൽ ലൈറ്റുകളെയാണ് ഈ ഒരു സീലിംഗിന്റെ ആ ഒരു സൗന്ദര്യം കൂട്ടാനുള്ള മെയിൻ ഉത്തരവാദിത്വം ഏർപ്പെടുത്തിയിരിക്കുന്നത്. നോക്കിയേ, അതുകൊണ്ട് തന്നെ എന്ത് ഭംഗിയാണ് കാണാൻ അല്ലെ. നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ആ ഒരു സീലിംഗ് വർക്കിന് ഇവർ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കാണേണ്ടത് ഈ വീടിന്റെ കിച്ചൺ ആണ്. നല്ല ഭംഗിയുള്ള ഒരു ഓപ്പൺ കിച്ചണെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നോക്കിയേ, ആ ഒരു ഓപ്പൺ കിച്ചന്റെ ആ ഒരു പാർട്ടീഷൻ സ്പേസ് നോക്കി എന്ത് ഭംഗിയായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത് അല്ലെ. ആ ഒരു കളർ കോമ്പിനേഷൻ, വുഡിന്റെയും ആ കളറും അതേപോലെ തന്നെ ആ വൈറ്റ് കളറും എല്ലാം കൂടെ ചേർത്തിട്ട് ചെയ്തിരിക്കുന്ന ഒരു കളർ കോമ്പിനേഷൻ അല്ലെ, നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു. അതേപോലെ തന്നെ LED വർക്കുകൾ എടുത്തു പറയേണ്ടതാണ്. ഇവിടെ ആയിട്ട് കൊടുത്തിരിക്കുന്ന ഈ ഒരു സെർവേരി ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ്, കുഞ്ഞു ലൈറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നു. അതേപോലെ തന്നെ ഇവിടെ നല്ല CNC കട്ടിംഗ് ഉള്ള ഡിസൈൻ വർക്കുകൾ വരുന്നു. ഈ ഭാഗത്തായിട്ടും ഇവിടെ കുറച്ച് ഭാഗ്യമേ ഉള്ളെങ്കിലും ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ചിട്ട് ഈ ഒരു ഭാഗത്തുള്ള ഡിസൈൻ വർക്കുകൾ കൊടുത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇംഗ്ലീഷ് ആൽഫബറ്റ് Hന്റെ ഡിസൈനിലാണ് ഈ ഒരു ഭാഗത്തുള്ള ഈ ഒരു ഡിസൈന് ഇവർ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഈ ഒരു ഭാഗത്തായിട്ടുള്ളത്. ഇനി ഇവിടെയായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്നതിൽ സ്ക്വയേഴ്സ് ആയിട്ട് ഡിസൈൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്, സ്ലോട്ട്സ് കൊടുത്തിട്ടുണ്ട്. അതിനകത്തൊക്കെ LED ലൈറ്റ്സിനെയും കൊടുത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട നടന്നു വരുന്ന ആ ഒരു ഭാഗം, ആ ഒരു വുഡിന്റെ ഡിസൈനിൽ കൊടുത്തിരിക്കുന്ന ടൈലുകൾ, ആ ടൈലുകൾ തുടർന്ന് നേരെ എങ്ങോട്ടേക്ക് വരികയാണ്? അടുക്കളയിലേക്ക് വരികയാണ്. നോക്കിയേ, നല്ല വലിപ്പമുള്ള അടുക്കള അല്ലെ, നല്ല പ്രകാശപൂരിതമായ അടുക്കള അല്ലെ, നല്ല സ്പേഷ്യസ് ആയ അടുക്കള. L ഷേപ്പിലെ ടോപ്പ് ഗ്രാനൈറ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് 3 പാളികളുടെ ജനാല വരുന്നു. ഇവിടെയായിട്ടാണ് നിങ്ങളുടെ ഫുഡ് ആൻഡ് ഹോം വരാനുള്ള ഒരു സ്പേസ്. ഇവിടെ മുകളിലായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ ഇവിടെയായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആവശ്യത്തിന് സ്റ്റോറേജ് സ്പേസുകൾ ഈ ഭാഗങ്ങളിൽ കൊടുത്തിരിക്കുന്നു. പ്രൊഫൈൽ ഹാൻഡിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിരിക്കുന്നു. ബ്ലാക്കിന് അനുയോജ്യമായ ബീജ് നിറത്തെ ഈ ഒരു വശത്തായിട്ട് കൊടുത്ത് അപ്പോക്സിയും ചെയ്തിരിക്കുന്നു നമുക്ക് കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ആവശ്യത്തിന് സ്വിച്ച് പോയിന്റുകൾ, ഇൻഡക്ഷൻ കുക്കർ, മിക്സർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പാകത്തിനായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയായിട്ട് സിങ്ക്. ഈ സിങ്കിന്റെ കളർ കൊള്ളാല്ലേ, ഒരു എന്താ പറയുക, ഗോൾഡൻ ഫിനിഷ്, നല്ല ഭംഗിയുണ്ടല്ലേ ഈ ഒരു ഗോൾഡൻ ഫിനിഷ് കാണാനായിട്ട്. ഇവിടെ ആയിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസുകളും മുകളിലായിട്ട് സ്റ്റോറേജ് സ്പേസുകളും കാണാം. താഴേക്ക് നമുക്ക് നോക്കി, താഴേക്ക് നമുക്ക് സ്റ്റോറേജ് സ്പേസുകൾ കാണാം. ഡ്രോ സിസ്റ്റംസും മറ്റും കൊടുത്തിട്ടുണ്ട്. നല്ല സ്ഥല സൗകര്യത്തിൽ തന്നെയാണ് അടുക്കളയ്ക്ക് ഉൾഭാഗത്തെ ഒരുക്കിയിരിക്കുന്നത്. അതൊക്കെ തന്നെ താഴത്ത് കൊടുത്തിരിക്കുന്ന ലൈറ്റുകൾ നോക്കിയേ, നല്ല ഭംഗിയുണ്ടല്ലേ ആ ലൈറ്റുകൾ കാണാനായിട്ട്. അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ ഓവനോ മറ്റു കാര്യങ്ങളൊക്കെ വെക്കാനായിട്ടുള്ള സ്പേസുകൾ ഈ ഭാഗങ്ങളിലായിട്ട് കാണാൻ പറ്റും. ഹൈഡ്രോളിക് സ്ട്രട്ടും മറ്റു കാര്യങ്ങളും ഉപയോഗിച്ച് ആ ഒരു ഡോറുകൾക്ക് കൂടുതൽ സൗകര്യപ്രദമാക്കിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ നോക്കിയേ, എന്താണല്ലേ സ്ഥല സൗകര്യം. നല്ല വലിയ സ്ഥല സൗകര്യം തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു സെർവ് ഏരിയയുടെ ഈ ഒരു അടിഭാഗത്തായിട്ട് ഇവിടെ നോക്കിയാൽ ഇവിടെയായിട്ടും സ്റ്റോറേജ് സ്പേസ് നമുക്ക് കാണാൻ പറ്റും. നല്ല സ്ഥല സൗകര്യം അവിടെയും നമുക്ക് കിട്ടുന്നുണ്ട്. ഫ്ലോറിലെ ടൈലുകൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ആ ഒരു വുഡ് ഫിനിഷോട് കൂടിയ ടൈലുകൾ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം. ഇനി സീലിംഗിലേക്ക് നമുക്ക് നോക്കാം. നല്ല ഭംഗിയുള്ള 2 ഹാങ്ങിങ് ലൈറ്റുകളാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. നല്ല 2 ഹാങ്ങിങ് ലൈറ്റുകളും ആ ഒരു പ്രൊഫൈൽ ലൈറ്റുകളും വെച്ച് അടുക്കളയ്ക്കുള്ളിലെ സീലിങ്ങിനെ വളരെ മനോഹരമാക്കിയിരിക്കുന്നത് നമുക്ക് എടുത്ത് കാണിക്കാനായിട്ട് പറ്റും. ഇനി അതേപോലെ തന്നെ ഫ്രിഡ്ജ് വെക്കാനുള്ള ഒരു സ്പേസും. സത്യം പറഞ്ഞാൽ ഫ്രിഡ്ജ് വെക്കാൻ ഒരു ഡെഡിക്കേറ്റഡ് സ്പേസ് വേണമായിരുന്നു. പക്ഷെ ഇവിടെ ഈ ഒരു സ്പേസ് മാത്രമാണ് ഇവിടെ ഉള്ളത്. അതിൽ എനിക്കൊരു ചെറിയ വിയോജിപ്പുണ്ട്. അടുക്കളയിൽ ആ ഒരു സ്പേസും കൂടെ കുറച്ചൊരു ഡെഡിക്കേറ്റഡ് ആയിട്ട് കൊടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇനി നമുക്ക് അടുക്കളയിൽ നിന്ന് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം. പുറത്തേക്ക് ഇറങ്ങുന്ന ചെറിയൊരു വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. അപ്പോൾ അടുക്കളയ്ക്കുള്ളിൽ ഫ്രിഡ്ജ് വെക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വർക്ക് ഏരിയ സ്പേസിൽ ഫ്രിഡ്ജ് വെക്കാനായിട്ട് പറ്റും. അതിനുള്ള സ്പേസ് ഇവിടെയുണ്ട്. ഇനി ഇത് കൂടാതെ തന്നെ ഇവിടെ ഒരു സ്ലാബും കൂടെ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു വർക്ക് ഏരിയ സ്പേസ് കുറച്ചും കൂടെ നമുക്ക് യൂട്ടിലൈസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇത് തൊട്ടപ്പുറത്തെ വീടിന്റെ മതിലാണ് കേട്ടോ ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നല്ലൊരു CNC കട്ടിംഗ് ഡിസൈൻ ഈ ഒരു ഭാഗത്തായിട്ട് MS-ന്റെ ഷീറ്റിനകത്ത് കൊടുത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ ആയിട്ട് 2 നല്ല ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തായിട്ട് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഡോറ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം സ്ക്വയർ ട്യൂബിലാണ് ചെയ്തേക്കുന്നത് കേട്ടോ.
അപ്പോൾ ഇതുവഴി നമുക്ക് പുറത്തേക്ക് ഇറങ്ങി നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു കാർ പാർക്കിംഗ് സ്പേസിലേക്ക് നമുക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. നേരത്തെ കാണിച്ച ഡോറ് ഈ ഒരു ഭാഗത്താണ്. സത്യം പറഞ്ഞാൽ ഈ ഡോറ് ഞാൻ നിങ്ങളെ തുറന്ന് കാണിക്കേണ്ടതായിരുന്നു, കാരണം അതിൻ്റെ താക്കോല് കയ്യിലില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ തുറന്ന് കാണിക്കാഞ്ഞത് കേട്ടോ, ഇവിടുത്തെ ആ ഒരു ഡോറ്. ഇനിയും നമുക്ക് ഇവിടെ നിന്നുണ്ട് വീണ്ടും അപ്പുറത്തെ വശത്തേക്ക് പോകാം. അവിടെയായിട്ട് നമുക്ക് വാഷിംഗ് മെഷീനും മറ്റു കാര്യങ്ങളൊക്കെ വെക്കാൻ പാകത്തിനുള്ള സ്പേസ് ഈ ഒരു ഭാഗത്താണ് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഡോറുണ്ട്. ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെയായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ ഒക്കെ വെക്കാൻ പറ്റും. അത്യാവശ്യം തുണിയൊക്കെ ഉണക്കിയെടുക്കാൻ കുറച്ചൊരു സ്പേസ് ഈ ഒരു ഭാഗത്തുണ്ട്. ഇവിടെ പോളികാർബണേറ്റ് ഷീറ്റ് ഈ ഒരു ഭാഗത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ പ്രൈവസി ഈ ഒരു ഭാഗത്ത് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു സ്പേസും മറ്റു കാര്യങ്ങളുമാണ്. ഇതുവഴിയായിട്ട് നമുക്ക് ആ ഒരു കാർ പോർച്ചിന്റെ ഭാഗത്തേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റും. ആ ഒരു സ്പേസ് ആണ് അവിടെ നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഈ വീടിന്റെ ബെഡ്റൂമുകളിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ 3400 സ്ക്വയർ ഫീറ്റ് ഉള്ള ഇത്രയും വലിയ വീട്ടിൽ 4 ബെഡ്റൂമുകളെയാണ് ഒരുക്കിയിരിക്കുന്നത്. അതിനകത്ത് 2 ബെഡ്റൂമുകൾ താഴത്തെ നിലയിലാണ്, ബാക്കിയുള്ള 2 ബെഡ്റൂമുകൾ മുകളിലത്തെ നിലയിലും. അപ്പോൾ നമ്മൾ നേരെ നമ്മളുടെ രണ്ടാമത്തെ ലിവിങ് സ്പേസിലെ ആ ഒരു ഏരിയയിലേക്ക് വരാം. ഇവിടെയായിട്ടാണ് ആദ്യത്തെ ബെഡ്റൂമിന്റെ സ്ഥാനം കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു ഡോറിന്റെ ഡിസൈൻ കാണാൻ നല്ല രസമുണ്ട്. വുഡൻ ഡോർ തന്നെയാണ് ഈ കൊടുത്തിരിക്കുന്ന ആ ഒരു ഭംഗി, നല്ല രസമുണ്ട് ഇതിന്റെ ഈ ഒരു സാധനം കാണാനായിട്ട് കേട്ടോ. നല്ല രസമുള്ള സാധനം തന്നെ. അപ്പോൾ നേരെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കയറാം. അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂം, ഒരുപാട് വലുതെന്ന് അവകാശപ്പെടുന്നില്ല. നമുക്ക് നീളവും വീതിയും എത്രയാണെന്നുള്ള കാര്യം ഒന്ന് നോക്കിയേക്കാം. അപ്പോൾ ഏകദേശം 11.44 അടിയാണ് കേട്ടോ ഇവിടുത്തെ വീതി വരുന്നത്. നീളം വരുന്നത് 11.78 ആണ്. 134.74 സ്ക്വയർ ഫീറ്റ് ആണ്. 134.74 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ വലിപ്പം. മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റി കഴിഞ്ഞാൽ 12.518 മീറ്റർ സ്ക്വയർ ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ വലിപ്പം. ഈ ഒരു ഭിത്തിയിലായിട്ട് 2 ഒറ്റപ്പാളികളുടെ ആ ഒരു ഫ്രഞ്ച് വിൻഡോസിനെ കൊടുത്തിരിക്കുന്നതാണ്. ഇവിടെയായിട്ട് 3 പാളികളുടെ ജനാല കൊടുത്തിരിക്കുന്നു. ഇവിടെയായിട്ടാണ് ബെഡ് സ്വിച്ചിന്റെ സ്ഥാനം വരുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ നമുക്ക് വാർഡ്രോബ് വരുന്നത്. അപ്പോൾ വാർഡ്രോബിന്റെ ആ ഒരു കളർ പാറ്റേൺ മൊത്തത്തിൽ ഈ ഒരു വീടിന്റെ തീമിനോട് ചേർന്ന് നിൽക്കുന്ന തരത്തിൽ തന്നെയാണ്. ഇപ്പോൾ 2 ഡോറുകളാണ് വരുന്നത്. ഉള്ളായിട്ട് നല്ല സ്ഥല സൗകര്യമുള്ള വാർഡ്രോബ് തന്നെയാണ്. ഈ ഒരു ഭാഗത്തായിട്ട് മിറർ വരുന്നുണ്ട്, അതും ഒരു ഡോർ തന്നെയാണ്. അപ്പോൾ ഇവിടെയായിട്ടാണ് ബാത്റൂമിന്റെ സ്ഥാനം. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാത്റൂമിന്റെ സ്ഥാനം വരുന്നത്. ഫ്ലോറിങ്ങിന്റെ ടൈലുകൾ സെയിം കളർ ടൈലുകൾ തന്നെയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു ക്യാപ്പിച്ചീനോ കളറല്ലേ, ആ കളറിന്റെ ആ ഒരു അതിനോട് ചേർന്ന ഒരു കോഫി ബ്രൗൺ എന്ന കളറിനോട് സാമ്യമുള്ള കളർ തന്നെ. സീലിംഗ് വർക്ക് നോക്കിയേ, കൊള്ളാം അല്ലേ? ആ ഒരു സിമ്പിളായിട്ടുള്ള ഡിസൈൻ സീലിംഗ് വർക്ക് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജിപ്സം സീലിംഗ് വർക്കാണ്. നല്ല സ്ട്രിപ്പ് ലൈറ്റ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാം വാം കളർ ടോണുള്ള ലൈറ്റ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ബാത്റൂമിലേക്ക് നോക്കാം. യൂറോഡോറിന്റെ FRP ഡോസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വാവ്, ബാത്റൂം സാധാരണഗതിയിൽ പറയുന്നില്ല, നല്ല സ്പേഷ്യസ് ആയ ബാത്റൂമാണ്. സെൻട്രലായിട്ട് ക്ലോസറ്റ് ഏരിയ ആണ് കൊടുത്തേക്കുന്നത്. ഹിൻവെയറിന്റെ ഇറ്റാലിയൻ കണക്ഷനിൽ പെടുന്ന വാൾ മൗണ്ട് ആയിട്ടുള്ള ക്ലോസറ്റ് സെറ്റാണ്. വാട്ടർ ടാങ്ക് എല്ലാം കൺസീലായി പോകുന്ന തരത്തിലുള്ള മോഡൽ തന്നെ കൊടുത്തിരിക്കുന്നു. ലാസ്റ്റ് പോർഷനായിട്ട് ബാത്ത് ഏരിയ വരുന്നു. അപ്പോൾ അതും ആ ഒരു ഹിൻവെയറിന്റെ ഇറ്റാലിയൻ കണക്ഷൻ തന്നെയാണ്. അവിടെ ഹാൻഡ് ഷവർ കൊടുത്തിട്ടുണ്ട്. മുകളിലെ സീലിംഗിനകത്തായിട്ടാണ് ഇവർ ആ ഒരു റെയിൻ ഷവറിനെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതിനോട് ചേർന്നുകൊണ്ട് തന്നെ ഇവിടെയായിട്ട് എയർ വെന്റിലേഷൻ വിൻഡോ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ സീലിംഗിനകത്തായിട്ടാണ് ഈ എക്സോസ്റ്റ് ഫാനിന്റെ സ്ഥാനം വരുന്നത്. ക്രോംപ്റ്റഡ് എക്സോസ്റ്റ് ഫാൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ സീലിംഗിൽ തന്നെയാണ് ലൈറ്റുകളുടെ സ്ഥാനം വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് ബേസിന്റെ സ്ഥാനം. ഈ ഒരു ടോപ്പ് ഗ്രാനൈറ്റ് ആണ്. താഴത്തായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിരിക്കുന്നു. ഒരു ഓവൽ ഷേപ്പുള്ള ഹിൻവെയറിന്റെ വാഷ് ബേസിൻ വലിയൊരു മിററും LED ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മുകൾ ഭാഗം വരെയും ടൈലുകൾ ഒട്ടിച്ചിരിക്കുന്നതും ഈ ഒരു ബാത്റൂമിന്റെ ഭംഗിയാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ പോകേണ്ടത് കേട്ടോ. അതിനു വേണ്ടിയിട്ട് നമ്മൾ നേരെ നമ്മളുടെ ഡൈനിങ് ഏരിയയിലേക്ക് വരിക. ഇവിടെയായിട്ട് നമ്മുടെ വാഷ് ഏരിയ നമ്മൾ കണ്ടതാണ്. അതിനോട് ചേർന്നുകൊണ്ട് ഈ കാണുന്ന ഡോർ വന്ന് നമുക്ക് നേരെ നമ്മളുടെ രണ്ടാമത്തെ ബെഡ്റൂമിനുള്ളിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ആദ്യം കണ്ട ബെഡ്റൂം പോലെയല്ല, ഈ ബെഡ്റൂം കുറച്ചും കൂടെ നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് കേട്ടോ. വീതിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഏകദേശം നമുക്ക് 10.81 അടിയാണ് വീതി വരുന്നത്. നീളത്തിൻ്റെ കാര്യം നമുക്ക് നോക്കാം. ഏകദേശം 15.71 അടിയാണ്. 169.73 സ്ക്വയർ ഫീറ്റ്, നല്ല വലുപ്പമുണ്ട്. 169.73. ഇനി മീറ്റർ സ്ക്വയറിലേക്ക് മാറി കഴിഞ്ഞാൽ 15.768 മീറ്റർ സ്ക്വയർ ആണ്. 15.768 മീറ്റർ സ്ക്വയർ ആണ് കേട്ടോ ഈ ഒരു ബെഡ്റൂമിന്റെ വലുപ്പം. ഇവിടെയായിട്ട് 2 ഒറ്റപ്പാളികളുടെ ജനാല ഈ ഒരു ഭിത്തിയിൽ നമുക്ക് കാണാം. ഇവിടെയായിട്ടും 2 ഒറ്റപ്പാളികളുടെ ജനാല കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ബെഡ് സ്വിച്ചുകളുടെ സ്ഥാനം നമുക്ക് കാണാം. വാർഡ്രോബിന്റെ കാര്യം നോക്കിയത് ഈ ഒരു ഭാഗത്തായിരുന്നു. നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിൽ കണ്ട വാർഡ്രോബിന്റെ ഒരു വലിപ്പം, ഒരു എക്സ്റ്റൻഡഡ് വേർഷനെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ ഈ ഒരു വാർഡ്രോബിനെ ഇവർ പ്ലേസ് ചെയ്തിരിക്കുന്നു. 3 ഡോറുകളാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തെ ഡോറിനകത്ത് മിററേയും കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഫ്ലോറിലെ ടൈലുകൾക്ക് വ്യത്യാസമൊന്നുമില്ല, സെയിം കളർ ടൈലുകൾ തന്നെയാണ്, ആ ഒരു ഡിസൈൻ തന്നെയാണ്. ഇനി സീലിംഗിലേക്ക് നോക്കാം.
നമ്മളുടെ ജിമ്മിലൊക്കെ കാണുന്ന ഡംബലിന്റെ ആ ഒരു ആകൃതിയോട് അതിനോട് സമാന്യത തോന്നുന്ന തരത്തിൽ തന്നെയുള്ള ഒരു സീലിംഗ് വർക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഭംഗിയുണ്ട് കാണാനായിട്ട്. സിമ്പിൾ ഡിസൈൻ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. സ്ട്രിപ്പ് ലൈറ്റുകളും മറ്റുമൊക്കെ ഉപയോഗിച്ചിരിക്കുന്നു. ഇവിടെയായിട്ടാണ് ബാത്റൂമിന്റെ സ്ഥാനം. സെയിം യൂറോഡോറിന്റെ ഫൈബർ ഡോറുകൾ തന്നെയാണ്. സെയിം തീമുള്ള ഡോർ തന്നെയാണ് ഇവിടെയും കൊടുത്തേക്കുന്നത്. ഈ ബാത്റൂം ആദ്യത്തെ ബാത്റൂമിനെ കമ്പയർ ചെയ്യുമ്പോൾ അത്ര വലുപ്പമില്ല, പക്ഷെ എന്നായിരുന്നാലും ബാക്കി വെച്ച് നോക്കുമ്പോൾ നല്ല വലുപ്പമാണ്, നല്ല സ്പേഷ്യസ് ആണ്. ഈ ഒരു നമ്മളുടെ ഐസ്ക്രീം മറ്റേ എന്താ പറയുക അതിന്റെ പേര് ബട്ടർ സ്കോച്ച് ഐസ്ക്രീം ഇല്ലേ, ആ ബട്ടർ സ്കോച്ച് ഐസ്ക്രീമിന്റെ സ്കൂപ്പ് എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു കളർ തീം മാതിരി എനിക്കതിനെ ഫീൽ ചെയ്തു. നിങ്ങൾക്ക് ഉള്ള ഫീലിംഗ് ഒന്ന് താഴത്തെ കമന്റിൽ പറഞ്ഞേ കേട്ടോ. അപ്പോൾ ഈ ഒരു കളർ കോമ്പിനേഷൻ കൊള്ളാം. ഇതും സെയിം ബാത്ത് ഫിറ്റിംഗ്സ് ഒക്കെ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെയും ഒരു ഹാൻഡ് ഷവർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ആയിട്ട് വാൾ മൗണ്ട് ആയിട്ടുള്ള ക്ലോസറ്റ് സെറ്റ് ഹിൻവെയർ ഇറ്റാലിയൻ രക്ഷപ്പെടുന്നത് തന്നെയാണ്. അതിന്റെ വാട്ടർ ടാങ്ക് കൺസീൽഡ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മളുടെ വാഷ് ബേസിന്റെ സ്ഥാനം. ടോപ്പ് ഗ്രാനൈറ്റ് തന്നെയാണ്. ഇവിടെ ഹിൻവെയറിന് തന്നെയാണ് വാഷ് ബേസിൻ. വലിയ മിററും LED ലൈറ്റ് ആർച്ച് ഷേപ്പിലുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെയായിട്ടാണ് എയർ വെന്റിലേഷൻ വിൻഡോയുടെ സ്ഥാനം. എക്സോസ്റ്റ് ഫാൻ സീലിംഗിനകത്തായിട്ട് കൊടുത്തിട്ടുണ്ട് ക്രോംപ്ടന്റെ. അപ്പോൾ ബാത്റൂമും ബെഡ്റൂമും നല്ല സ്പേഷ്യസ് ആണ്. നല്ല വലുപ്പമുള്ള ബാത്റൂമുകളും ബെഡ്റൂമുകളുമാണ് നമുക്ക് താഴത്തെ നിലയിൽ കിട്ടുന്നത്. ഇനി നമ്മൾ മുകളിലത്തെ നിലയിലേക്കാണ് കയറേണ്ടത്. ഇവിടെയായിട്ട് സ്റ്റെയർ നമുക്ക് കാണാം. ആ ഒരു സ്റ്റെയറിന്റെ ആ ഒരു ഭംഗി ഒന്ന് ആസ്വദിച്ച് നോക്കിയേ. നല്ല രസമുണ്ടല്ലേ. ആ ഒരു ഹാൻഡ് റെയിലിന് സമാനമായിട്ട് ആ ഒരു വശങ്ങളിലൂടെ പോകുന്ന പ്രൊഫൈൽ ലൈറ്റുകളൊക്കെ കാണാൻ എന്ത് ഭംഗിയാണത്. അതേപോലെ തന്നെ ഇവിടെ ഗ്രാനൈറ്റ് ആണ് പടികൾ കൊടുത്തിരിക്കുന്നത്. ടഫ് ഗ്ലാസുകളാണ് ഈ ഒരു കൈവരികൾക്ക് കൊടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ തടിയും കൂടെ ചേർത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ട്രെങ്തിന്റെ കാര്യത്തിൽ ഒട്ടും തന്നെ കോംപ്രമൈസ് ഇല്ല. അതേപോലെ ഈ ഒരു സ്ട്രിപ്പ് ലൈറ്റ് പോകുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ. അതേപോലെ തന്നെ ഇവിടെയായിട്ട് നോക്കിയാൽ നല്ല പർഗോള കാണാം. അതേ ഇതിനകത്ത് തന്നെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഗിൽറ്റുകൾ ഉപയോഗിച്ചുള്ള നല്ലൊരു ടെക്സ്ചർ വർക്കാണ് കേട്ടോ ഈ ഒരു ഭിത്തി മുഴുവനായിട്ടും ഇവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റെയർ കയറി വരുന്ന ഭാഗത്ത് തന്നെ ഇവിടെ സീലിംഗിലേക്ക് നോക്കിയാൽ അവിടെയും ഒരു പർഗോള കാണാം. നാച്ചുറൽ ലൈറ്റിനെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ ആ പർഗോളകൾക്ക് സാധിക്കുന്നു. ഒപ്പം തന്നെ പരസ്പരം കെട്ടുപിടഞ്ഞു കിടക്കുന്ന തരത്തിലുള്ള ഡിസൈനുള്ള ആ ഒരു ഹാങ്ങിങ് ലൈറ്റിനെ ഇവിടെയും പ്ലേസ് ചെയ്തിരിക്കാൻ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ നേരെ കയറുന്നത് നമ്മളുടെ മുകളിലത്തെ അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. അപ്പോൾ പോകുന്ന ഈ ഒരു ഭാഗത്തായിട്ട് നോക്കിയേ, ഇവിടുത്തെ ഒരു ഡിസൈൻ വർക്ക് നോക്കിയേ. ആ ഒരു ആർട്ടിഫിഷ്യൽ ഗ്ലാസ് വെച്ചുള്ള ഡിസൈൻ വർക്ക്, അതിനകത്ത് LED ലൈറ്റുകളൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇനി ഇവിടേക്ക് വരുമ്പോൾ ഇവിടെയായിട്ടാണ് മുകളിലെ അപ്പർ ലിവിങ് സ്പേസ്. ഇവിടെ നമുക്ക് ആ ഒരു ഡബിൾ ഹൈറ്റ് സ്പേസ് കിട്ടാൻ വേണ്ടി അവർ ചെയ്തിട്ടുണ്ടായത് തന്നെ ഇവിടെ ഒരു കറക്റ്റ് ഒരു റെക്റ്റാങ്കിൾ സ്പേസിൽ ആ ഒരു കൈവരികൾ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ആ ഒരു സ്റ്റെയറിൻ്റെ മുകളിൽ കണ്ട മാതിരിയുള്ള ആ ഒരു ലൈറ്റ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതാ ഇവിടെയായിട്ട് TV യൂണിറ്റ് ഏരിയ. അപ്പോൾ ഈ വീട്ടിൽ മൊത്തം 3 ലിവിങ് ഏരിയ ആണ് കേട്ടോ ഈ വീട്ടിൽ മുഴുവനായിട്ടും വരുന്നത്. അപ്പോൾ വലിയ TV യൂണിറ്റ് ഏരിയ തന്നെയാണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ താഴത്തായിട്ട് സ്റ്റോറേജ് സ്പേസുകളെല്ലാം ആവശ്യാനുസരണം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോർഷനിലെ സീലിംഗിലേക്ക് നോക്കിയാൽ നമ്മുടെ താഴത്ത് അല്ലെങ്കിൽ പഴയ വീടുകളെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള സീലിംഗ് വർക്കാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യത്തെ ലിവിങ് ഏരിയയിൽ നിന്ന് കണ്ട സീലിംഗ് വർക്കാണ് ഈ ഒരു ഭാഗം. ആ ഡബിൾ ഹൈറ്റ് സീലിംഗിൽ കണ്ട ആ ഒരു ഭാഗം. ഇനി നമുക്ക് ബാൽക്കണിയിലേക്ക് നമുക്ക് ആദ്യം പോകാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ ഒരു വീടിൻ്റെ ബാൽക്കണി സ്പേസ് വരുന്നത്. അപ്പോൾ ഇവിടെ ഡോർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡോർ തുറന്ന് നമ്മുടെ ബാൽക്കണിയിലേക്ക് ഇറങ്ങാം. സിറ്റ് ഔട്ടിൽ കസേര ഇടുവാനോ അല്ലെ അതിനുള്ള സ്പേസ് ഒന്നും ഇല്ല എന്നുള്ളൊരു പരിഭവം ഉണ്ടെങ്കിൽ ആ പരിഭവം ഈ ഒരു സ്പേസ് വെച്ച് നമുക്ക് മാറ്റാം. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയ ബാൽക്കണി ഏരിയ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ബാൽക്കണിയിൽ നോക്കിയേ ഇത്ര ഭംഗിയുള്ള LED ലൈറ്റുകളാണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത് എന്നുള്ളത് നല്ല ഭംഗിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും ആ ഒരു പർഗോള ഡിസൈൻ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ കൈവരികളുടെ കാര്യം നോക്കിയാൽ സ്റ്റെയിൻലെസ്സിൻ്റെ സ്ക്വയർ ട്യൂബും ടഫ് ഗ്ലാസുകളുമാണ് ഇവിടെ ഈ ഒരു കൈവരികൾക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ സീലിംഗിലേക്ക് നോക്കിയേ, അവിടുത്തെ സീലിംഗിൽ പ്രൊഫൈൽ ലൈറ്റുകളെ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. നല്ല ഭംഗിയുള്ള LED ലൈറ്റ്സ് തന്നെയാണ് സീലിംഗിനകത്ത് ഇവർ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് പോകാനുള്ളത് ഇവിടെയും 2 ബെഡ്റൂമുകളാണ് നമുക്ക് കാണാനുള്ളത് മുകളിലത്തെ നിലയിൽ. അപ്പോൾ ഇവിടെ നമ്മളുടെ ഈ ഒരു അപ്പർ ലിവിങ് ഏരിയയിൽ ഈ കാണുന്ന ഡോറൊന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ അതേ സ്ഥാനത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു ബെഡ്റൂമും വരുന്നത്. നമുക്ക് ഉള്ളിലേക്ക് കയറാം. പക്ഷേ വലിപ്പം കുറച്ചും കൂടെ കൂടുതലുണ്ട് എന്ന് മാത്രം. എനിക്ക് അതിനേക്കാൾ കുറച്ചുകൂടെ വലിപ്പം കൂടുതലായിട്ട് ഈ ഒരു ബെഡ്റൂമിന് തോന്നുന്നുണ്ട്. നമുക്ക് നീളവും വീതിയും ഒന്ന് നോക്കാം. അപ്പോൾ ഏകദേശം 13.73 അടിയാണ് കേട്ടോ വീതി വരുന്നത്. നീളത്തിൻ്റെ കാര്യം പറഞ്ഞാൽ 14.56 അടിയാണ്. 199.82 സ്ക്വയർ ഫീറ്റ് ആണ്. 199.82 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ വലിപ്പം. മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റി കഴിഞ്ഞാൽ 18.564 മീറ്റർ സ്ക്വയർ, 18.564 മീറ്റർ സ്ക്വയർ ആണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ വലിപ്പം. ഇനി ഈ ഒരു ഭിത്തിയിലേക്ക് നോക്കിയാൽ ഇവിടെ 3 പാളികളുടെ ജനാല നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇവിടെ 2 ഒറ്റപ്പാളികളുടെ ജനാല ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ബെഡ് സ്വിച്ചുകളുടെ സ്ഥാനം ഈ ഒരു ഭാഗത്തായിട്ടാണ് ബെഡ് സ്വിച്ചുകളുടെ സ്ഥാനം വരുന്നത്. ഇവിടെയായിട്ടാണ് നമ്മളുടെ വാർഡ്രോബ്. നമ്മുടെ രണ്ടാമത്തെ ആ വലിയ ബെഡ്റൂമിൽ കണ്ട അതേ വലിപ്പമുള്ള വാർഡ്രോബ് അതേ ഡിസൈൻ തന്നെയാണ് വരുന്നത്. അതേപോലെ തന്നെ ഫ്ലോറിലെ ടൈലുകൾ സെയിം ഡിസൈൻ തന്നെയാണ് ഇവിടെയും വരുന്നത്.
ഇനി സീലിംഗിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചെസ് മോഡിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഡിസൈൻ പാറ്റേൺ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഫുള്ളും ആ ഒരു സ്ട്രിപ്പ് ലൈറ്റുകളും സ്പോട്ട് ലൈറ്റുകളും എല്ലാം വാം കളറിലുള്ള ലൈറ്റുകളെ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിനകത്തായിട്ടും ഇവർ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി ഇവിടെയായിട്ടാണ് നമ്മളുടെ ബാത്റൂമിന്റെ സ്ഥാനം. യൂറോഡോറിന്റെ FRP ഫൈബർ ഡോസ് തന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. സെയിം പാറ്റേൺ ഡോസ് തന്നെയാണ്. ബാത്റൂം അതേപോലെ തന്നെ അത്രയും സ്പേഷ്യസ് ആയ ബാത്റൂം. ഇവിടെയും ലാസ്റ്റ് പോർഷനിലായിട്ടാണ് ബാത്ത് ഏരിയ വരുന്നത്. ഹിൻവെയറിന് തന്നെയാണ് ഫിറ്റിംഗ്സ് എല്ലാം. ആ സീലിംഗിനകത്തായിട്ടാണ് ബാത്ത് ഏരിയയും എല്ലാ റെയിൻ ഷവറിനെയും മറ്റുമൊക്കെ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെയായിട്ട് ക്ലോസറ്റ് സെറ്റ് കൊടുത്തിട്ടുണ്ട്, വാൾ മൗണ്ടറുടെ. സെയിം താഴത്ത് ഉപയോഗിച്ചിരിക്കുന്നത് എന്താണോ അത് അതേപോലെ തന്നെ ഇവിടെ ഉപയോഗിച്ചേക്കണം. ഇവിടെയായിട്ടാണ് വാഷ് ഏരിയയുടെ സ്ഥാനം. ടോപ്പ് ഗ്രാനൈറ്റ് ആണ്. വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. ഹിൻവെയറിന്റെ മിറർ മാർച്ച് ഷേപ്പിലുള്ള LED ലൈറ്റിനെയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ മുകൾ അറ്റം വരെയും ടൈലുകൾ കൊടുത്തിരിക്കുന്നു. സീലിംഗിനകത്തായിട്ട് തന്നെയാണ് എക്സോസ്റ്റ് ഫാനിനെയും പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് കാണാനുള്ളത് ലാസ്റ്റ് ബെഡ്റൂം ആണ്. നമുക്ക് നേരെ ലാസ്റ്റ് ബെഡ്റൂമിലേക്ക് പോയാലോ? ഇവിടെയായിട്ട് ഈ ഒരു ഭാഗത്താണ് ലാസ്റ്റ് ബെഡ്റൂമിന്റെ സ്ഥാനം. നമ്മുടെ ഈ ഒരു ഡിസൈൻ വർക്ക് വന്ന് നിൽക്കുന്ന എൻഡ് ചെയ്യുന്ന ഭാഗം ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയായിട്ടാണ് നമ്മുടെ ലാസ്റ്റ് ബെഡ്റൂം. താഴത്ത് നമ്മൾ രണ്ടാമത് കണ്ട സ്പേഷ്യസ് ബെഡ്റൂമിന്റെ ഏകദേശം അതേ സ്ഥാനത്ത് തന്നെയാണ്. നമുക്ക് നീളവും വീതിയും കൃത്യമായിട്ടും ഒന്ന് നോക്കാം. അപ്പോൾ നീളത്തിൻ്റെ കാര്യം നോക്കിയാൽ 15.75 അടിയാണ് നീളം. വീതിയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ 13.09. ഈ വീട്ടിലെ ഏറ്റവും വലിയ ബെഡ്റൂം ഇതാണ്. 206.20 സ്ക്വയർ ഫീറ്റ് ആണ്. 206.20 സ്ക്വയർ ഫീറ്റ്. മീറ്റർ സ്ക്വയറിലേക്ക് പറഞ്ഞാൽ 19.157 മീറ്റർ സ്ക്വയർ ആണ്. 19.157 മീറ്റർ സ്ക്വയർ. ഇവിടെയായിട്ടാണ് ബെഡ് സ്വിച്ചുകളുടെ സ്ഥാനം. 2 ഭിത്തികളിലും ജനാലകൾ, ഒറ്റപ്പാളികളുടെ ജനാലകളെയാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. എല്ലാം ഫ്രഞ്ച് വിൻഡോസിനെയാണ് തന്നെ കൊടുത്തിരിക്കുന്നു. വാർഡ്രോബ് ഈ ബെഡ്റൂമിൽ കുറച്ച് ചെറിയ വാർഡ്രോബാണ്. ബാക്കി 2 ബെഡ്റൂമുകളും വലിയ 2 ബെഡ്റൂമുകളും വലിയ വാർഡ്രോബ് തന്നെ. ഇവിടെ സീലിംഗ് വർക്കിന് കാര്യമായിട്ടുള്ള സ്ഥാനമൊന്നുമില്ല. ചെറിയ സീലിംഗ് വർക്കാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് ബാത്റൂമിന്റെ സ്ഥാനം വരുന്നത്. സെയിം FRP ഡോസ് തന്നെയാണ് ബാത്റൂമിന് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബാത്റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയ ബാത്റൂം തന്നെയാണ്. ഈ വീട്ടിലെ ബാത്റൂമുകളൊക്കെ താരതമ്യേന നല്ല വലുപ്പമുള്ള ബാത്റൂമാണ്. ക്രമീകരണങ്ങളുള്ള ചെറിയ ചെറിയ വ്യത്യാസമാണ്. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാത്ത് ഏരിയ വരിക. പിന്നെ ഇവിടുത്തെ റെയിൻ ഷവർ ഒരു വൃത്താകൃതിയിലുള്ള റെയിൻ ഷവർ ആണ് എന്നുള്ളതാണ് ഇതിനകത്തൊരു പ്രത്യേകത. ഇവിടെ സെൻട്രലായിട്ട് ക്ലോസറ്റ് ഏരിയ വരുന്നു. വാൾ മൗണ്ടായിട്ടുള്ള ക്ലോസറ്റ് സെറ്റ് തന്നെ. സെയിം ഹിൻവെയറിന്റെ ഇറ്റാലിയൻ കളക്ഷനിൽപ്പെടുന്നത് തന്നെ. ഇങ്ങേറ്റതായിട്ട് വാഷ് ബേസിൻ വരുന്നു. ഗ്രാനൈറ്റ് ആണ് ടോപ്പ് വരുന്നത്. വാഷ് ബേസിൻ, മിറർ, LED ലൈറ്റ്, മുകളിൽ വരെയും ടൈലുകൾ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ബാത്റൂം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെ ഈ ഒരു ബാത്റൂമിനെ ഇവർ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇനി സാധാരണഗതിയിൽ നമ്മൾ പോകുന്നത് ഒരു യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. പക്ഷേ ഇവിടെ നേരെ പോകുന്നത് ടെറസിലേക്ക് കയറാനുള്ള സ്റ്റെയറിൻ്റെ ആ ഒരു ഏരിയയും ഒപ്പം തന്നെ ഒരു സ്റ്റഡി ഏരിയയിലേക്കുമാണ്. അപ്പോൾ ഇവിടെയായിട്ട് നല്ലൊരു പാർട്ടീഷൻ വർക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല ആ ഒരു CNC കട്ടിങ്ങുള്ള ഡിസൈൻ മുകൾ ഭാഗത്തായി എല്ലാം മൾട്ടിവുഡിൽ തന്നെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ടാണ് നല്ല സ്റ്റഡി ഏരിയ ഇവർ ഒരുക്കിയിരിക്കുന്നത്. ഓക്കെ, ഇവിടെയായിട്ട് നിങ്ങളുടെ സ്റ്റഡി ഏരിയ ആണ്. ബുക്കുകളും മറ്റുമൊക്കെ വെക്കാനുള്ള ഒരു ഷെൽഫ് ഈ ഒരു ഭാഗത്ത് ഒരുക്കിയിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങളുടെ ഓഫീസ് സ്പേസ് ആയിട്ട് വേണമെങ്കിൽ ഇതിനെ കൺവേർട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെയായിട്ട് വലിയൊരു ജനാല കൊടുത്തിട്ടുണ്ട്. ഇവിടെ 4 പാളികളുടെ ജനാലയാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടും ഇവിടെ സ്റ്റെയർ ആണ് കേട്ടോ. ഈ ഒരു സ്റ്റെയറിന് കീഴെയായിട്ടും അതിൻ്റെ സൈഡിലായിട്ടും നിങ്ങൾക്ക് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന ഒരു ബുക്ക് ഷെൽഫോ മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പാകത്തുള്ള സ്റ്റോറേജ് സ്പേസ് കിട്ടുകയാണ്. ഇനി നമ്മളുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരാൻ എങ്ങനെയാണോ ഇവർ സ്റ്റെയറിനെ ഒരുക്കിയിരിക്കുന്നത് അതേപോലെ തന്നെയുള്ള ഒരു സ്റ്റെയർ ആണ്. പക്ഷേ അത്രയും വീതി ഇല്ല എന്ന് മാത്രം. കൈവരികൾ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ സ്ക്വയർ ട്യൂബ് വെച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ചെറിയൊരു ഹാങ്ങിങ് ലൈറ്റിനെ ഈ ഒരു ഭാഗത്തായിട്ട് ഇവരിവിടെ പ്ലേസ് ചെയ്തേക്കുന്ന കാണാൻ പറ്റും. അതേപോലെ തന്നെ ഒരു സീലിംഗ് വർക്കും അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഈ ഒരു ഷെയർ റൂമിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഡോറ് വരുന്നുണ്ട്. നമുക്ക് ടെറസിലേക്ക് ഇറങ്ങാൻ ഭാഗത്തിനായിട്ട് ഇവിടെ ഡോറ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡോറ് തുറന്നിറങ്ങി കഴിഞ്ഞാൽ നേരെ നമ്മുടെ ആ ഒരു ടെറസ് ഏരിയയിലേക്ക് നമുക്ക് വരാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഇരുട്ടാണ്. അപ്പോൾ ഇതിനോട് തൊട്ട് ചേർന്ന് തന്നെ വേറെയും വീടുകൾ, ഇതേപോലുള്ള വലിയ ലക്ഷറി വീടുകൾ ഇതിനോട് ചേർന്ന് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ പ്രൈസിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും പോവാം. അതേപോലെ വേറൊരു കാര്യം കാണിക്കാനുണ്ട് കേട്ടോ. ഇവിടെയായിട്ട് നിങ്ങൾക്ക് പർഗോള സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ട് ആ ഒരു പർഗോള സ്പേസ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അവിടെയായിട്ടൊക്കെ ഫ്ലാറ്റുകളും മറ്റും ഉണ്ട്. എത്രത്തോളം ഫോണിൽ വിസിബിൾ ആണ് ഈ ഒരു വീഡിയോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഇനി നമുക്ക് പ്രൈസിലേക്ക് കടന്നാലോ? വാ. അപ്പോൾ നമുക്ക് വിലയിലേക്ക് വരാം. വില പറയുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പരിഗണിക്കുമെന്ന് വിശ്വസിക്കുന്നു. പ്രൈസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ വീട് ഞാൻ നേരത്തെ പറഞ്ഞ 6.25 സെൻറ്റ് സ്ഥലമാണ്. ഏകദേശം 3400 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. 4 വലിയ ബെഡ്റൂമാണ്. ഏകദേശം 5ഓളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാം. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. 2 വഴികൾ നമുക്ക് കിട്ടുന്നു എന്നുള്ള കാര്യം. അപ്പോൾ ആ ഒരു കണക്ടിവിറ്റി, പിന്നെ ലൊക്കേഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞു. എടപ്പള്ളിയിലേക്കുള്ള ദൂരം, കാക്കനാടേക്കുള്ള ദൂരം, പാലാരിവട്ടത്തേക്ക്, ഇവിടെ എല്ലാം സമദൂരമാണ്. ഇവിടേക്കെല്ലാം ഉള്ളത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഭാഗങ്ങളിലേക്കൊക്കെ എത്താനായിട്ട് പറ്റും. 2,30,00,000 രൂപയാണ് അവർ
ചോദിക്കുന്ന പ്രൈസ് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസാണ്. അപ്പോൾ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ആ നമ്പർ എടുക്കുക, അവരെ വിളിക്കാം, നിങ്ങളുടെ കാര്യങ്ങൾ പറയാം. ഫിനാൻസിൻ്റെ സൗകര്യം വേണമെങ്കിൽ അറേഞ്ച് ചെയ്ത് തരും. നിങ്ങൾ ഏത് ബിസിനസ്സുകാരനായിക്കോട്ടെ, ഏത് പ്രൊഫൈലായിക്കോട്ടെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ട എല്ലാ ലോൺ സൗകര്യങ്ങളും ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ നേരെ വരിക, സ്ഥലം കാണുക, വീട് കാണുക, പണികൾ കാണുക, വിലയിരുത്തുക, എന്നിട്ട് മാത്രം നിങ്ങളുടെ നല്ല ഡീലുകൾ ഉറപ്പാക്കുക. അതേപോലെ തന്നെ ബാർഗെയിൻ ചെയ്യണം, അതൊക്കെ നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇതേപോലുള്ള നല്ല നല്ല ഡീലുകൾക്കായിട്ട് ചാനലുകൾ ഫോളോ ചെയ്യുന്ന കാര്യമൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു ഡീലുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.